വീണ്ടും വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഇതിൽ അടുത്തിറക്കിയ ഫാദർ ജോൺസൺ തേക്കള്ളിയിൽ അച്ഛൻ എഴുതിയ ഒരു പുസ്തകം, സ്വതന്ത്ര ഇന്ത്യ വിമോചനത്തിന്റെ വിത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അച്ഛനെ ഇരുത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി ഇതെന്റെ ഡോക്ടറൽ തീസിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2000 ഞാൻ ഡോക്ടറൽ തീസിസ് എഴുതുന്ന സമയത്ത് എൻ്റെ ഗൈഡായിരുന്ന അന്നത്തെ സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാന്യനായ ബിഷപ്പ് ഡോക്ടർ W. ഗ്ലാഡ്സൺ തിരുമേനിയാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിനെ കുറിച്ചൊരു പഠനം നടത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അവിടെ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റിക്ക് പഠിക്കുന്ന സമയത്ത്, അതിനുശേഷം മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ തിരുമേനിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള പാഷൻ, ചരിത്രപരമായിട്ടുള്ള തിരുമേനിയുടെ അറിവ്, അതൊക്കെ ഇമ്പാർട്ട് ചെയ്തു തരുമായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നതിനേക്കാളും വ്യത്യസ്തമാണെന്നുള്ളത് ആദ്യമായിട്ട് തിരുമേനിയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഇന്ത്യയിലെ ചരിത്രകാരന്മാർ എഴുതിയ എല്ലാ സോഴ്സസും അവിടെ ഉണ്ടായിരുന്നു. പലതും ഇന്ത്യയിൽ കിട്ടാത്ത പല ബുക്കുകളും. ഉദാഹരണത്തിന് നമ്മുടെ ഡോക്ടർ B.R. അംബേദ്കർ എഴുതിയിരുന്ന വാട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദ അൺടച്ചബിൾസ് എന്നുള്ളൊരു പുസ്തകം ഇന്ത്യയിൽ ബാൻ ചെയ്തു ഒരേ കാലത്തേക്ക്. നമ്മുടെ ഒത്തിരി കാലത്തേക്ക് അവിടെ ബാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ പുസ്തകം അത് ബാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ഇന്ത്യ എന്താണ് എന്നും ഇന്ത്യയിലെ ചാതുർവർണ്ണ്യം കൊണ്ട് ദേശത്തിനുണ്ടായിരിക്കുന്ന ദുരന്തം എന്താണെന്നും ഇത് വലിയൊരു അപകടം പിടിച്ച വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് പുള്ളിയുടെ ജീവിതാനുഭവത്തിൽ നിന്നാണല്ലോ. പുള്ളിയുടെ മാത്രമല്ല, ആ ഒരു വലിയ സമൂഹത്തിന്റെ 85% വരുന്ന ഭാരതീയരുടെ ഹൃദയത്തിന്റെ വേദനകളും സ്പന്ദനങ്ങളുമാണ് ഡോക്ടർ B.R. അംബേദ്കറിന്റെ എല്ലാ പുസ്തകങ്ങളും മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി. അതെ, അത് ഭാരതത്തിന് നാണക്കേടാണ്, അല്ലെങ്കിൽ ഭാരതത്തെക്കുറിച്ച് ലോകത്തിന് വായിക്കുമ്പോൾ ഭാരതത്തെക്കുറിച്ച് ഷെയിം വെക്കും എന്നുള്ള ഒരു ചിന്ത വന്നുകൊണ്ടായിരിക്കാം അത് ബാൻ ചെയ്തിരുന്നു. അപ്പൊ ആ കാര്യം തിരുമേനിയോട് പറഞ്ഞ സമയത്താണ് എനിക്ക് എൻ്റെ കണ്ണ് തുറന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ചരിത്രം? അപ്പൊ അതിൻ്റെ ഒരു വലിയ തീഷ്ണത എൻ്റെ ഹൃദയത്തിലുണ്ടായി. അത് വിത്തുവാക്കിയത് W. ഗ്ലാഡ്സൺ തിരുമേനിയാണ്. തിരുമേനിയോടുള്ള പ്രത്യേകമായ ആദരവ് ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും കൂടിയാണ്. അതിനുശേഷം ഡോക്ടറൽ തീസിസിന് വേണ്ടിയിട്ട് 3-4 സബ്ജക്റ്റ് കൊടുത്തു. അതിനകത്ത് ഇത് സെലക്ട് ചെയ്തപ്പെട്ട് കഴിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം കേരളത്തിന്റെ മാത്രം ഒരു ചരിത്രം എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയി പോകും എന്നുള്ളതും മാത്രമല്ല, ഇത് നാഷണൽ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമായതുകൊണ്ട് നാഷണൽ ലെവലിലേക്ക് ശ്രദ്ധ തിരിക്കുകയും അങ്ങനെ റിസോഴ്സസ് സംഘടിപ്പിക്കും. തീസിസ് സമർപ്പിച്ചപ്പോൾ അത് വായിച്ചു നോക്കിയവർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. അവര് കാരണം ഇത് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് നമ്മൾ ചരിത്രം എഴുതുന്ന സമയത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു റിസോഴ്സ് ഉണ്ടായിരിക്കണം, അതൊരു ബാക്കിങ്, ഒരു ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. വെറുതെ നമുക്ക് എന്തെങ്കിലും. ഞാൻ ചോദിക്കാനുള്ള കാരണം, നമ്മളെപ്പോലുള്ള ഒരു സത്യം വിളിച്ചു പറയുമ്പോഴത്തേനും ഇതിങ്ങനെ ഈ ഭാരതത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ കാലഘട്ടത്തിൽ ഉള്ളത്. അതിന്റെ കാരണം ചരിത്ര പുസ്തകങ്ങളെ തമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ഒന്നുകിൽ അതിനെ ഡിസോർട്ട് ചെയ്യപ്പെടുന്നു, അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, അതേപോലെ തന്നെ പെർവേർഷനിലേക്ക് കൊണ്ടുപോകുന്നു, ഹിസ്റ്ററിയെ പെർവേർഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതാ ഇന്ന് ഉത്തരാധുനിക കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ആ പെർവേർഷനിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു കാര്യം സംഭവിച്ചു. പക്ഷേ അത് ഞങ്ങളല്ല ഉത്തരവാദികൾ, മറ്റവരാണ് എന്ന് പറഞ്ഞ് അവരുടെ തലയിലോട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിനെല്ലാം വിടർത്തിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്താണ്, ഇന്ത്യ എന്തായിരുന്നു എന്നുള്ള ഒരു വലിയ പഠനമാണ് ഇതിൽ കൂടെ നടത്തിയത്. ഇതിന്റെ ഇംഗ്ലീഷ് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രീ ഇന്ത്യ, ദ സീഡ് ഫോർ ലിബറേഷൻ, മേക്കേഴ്സ്, മൂവേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് എന്നുള്ള പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് പഠനത്തിലേക്ക് മുമ്പോട്ട് വന്നപ്പോ ഈ ഭാരതത്തിൽ അടിമത്തം ഉണ്ടായിരുന്നോ അതോ എല്ലാവരും ഫ്രീ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു? പലരും പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് അടിമത്തം ഇവിടെ ചെയ്തു വെച്ചത്, അതുകൊണ്ടാണ് ഈ ഭാരതത്തിന് അടിമത്തം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വന്നതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. പലരും പുസ്തകം എഴുതിയിട്ടുണ്ട്, പലരും ഇപ്പം ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ എല്ലാ സ്ഥലത്തൂടെയും പറയുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ പഠന രീതി വന്നപ്പോഴത്തേനും അടിമത്തം ഇവിടെ ഇല്ലായിരുന്നു, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണെന്നുള്ള എവിടെയെങ്കിലും ഒരു സൂചന ഉണ്ടോ? ഇതിനകത്ത് ഉള്ള ഒരു രസാവഹമായ കാര്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം അടിമത്തമല്ല അവർ നമുക്ക് തന്നത്, മറിച്ച് അടിമകളായിരുന്ന മനുഷ്യരെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കലി ഒരു രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് ദേശീയവാദം കൊണ്ടുവരാൻ കാരണക്കാരായത് ബ്രിട്ടീഷുകാരാണ് ഒരു പൊളിറ്റിക്കൽ ലെവലില്. പക്ഷെ അതിന് വിത്ത് പാകിയത് മിഷണറിമാരാണ്.
ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഒരു ദേശീയ ബോധം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ രാജ്യത്തൊക്കെ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയിൽ നടന്ന കുടിയേറ്റങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മള് ഇവിടെ പറയുന്ന തദ്ദേശീയർ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ തദ്ദേശീയരായിട്ടുള്ള നമ്മളൊക്കെ തദ്ദേശീയരാണ് വാസ്തവത്തില്. പ്രോട്ടോ ഓസ്ട്രേലിയൻസിന്റെ വരവിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഈ നിഗ്രിറ്റോസിന്റെ വരവുണ്ടായി. അതാ മുണ്ടൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മുണ്ടൻസ് എന്നാണ് എന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. അപ്പൊ ഒരു വാക്ക് വരുന്നത്, അത് മുണ്ടൻ എന്ന് പറയുന്നത് അവര് ഗോത്ര വിഭാഗമാണ്. അത് ശരിക്കും നിഗ്രിറ്റോസ് ആണ് അവര്. അപ്പൊ അത് ഉത്തര ഭാരതത്തിലേക്ക്, ഉത്തര ഇന്ത്യയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ആളുകള് അവര് പല ഗോത്രങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടു. അത് പിന്നീടാണ് വേർതിരിക്കപ്പെട്ടത്. അന്ന് വന്ന സമയത്ത് അവർക്ക് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. ഇവിടെ അവര് കൃഷി സംബന്ധമായ കാര്യങ്ങളും സാംസ്കാരികപരമായിട്ടൊക്കെ ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് തെക്കൻ നാട്ടിലേക്ക് വന്ന ആളുകളാണ് ദ്രവീഡിയൻസ് ആയിട്ട് പിന്നീട് അറിയപ്പെടുന്നത്. ഈ കേരളത്തിലെ ആളുകള് കൂടുതലും ഇവിടെ വന്ന സവർണാധിപത്യത്തിലേക്ക് വന്ന ആളുകൾ പിന്നീട് കുടിയേറിയാണ്. അതിനു മുമ്പ് തദ്ദേശീയരായിട്ട് ഇപ്പൊ ക്രിസ്ത്യൻസ് ആയിരുന്നാലും അല്ലെങ്കിൽ ബുദ്ധമതക്കാരായിരുന്നാലും ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൽ താഴെ എന്നൊക്കെ സമൂഹം ശ്രേണി തിരിച്ചുള്ള അങ്ങനെയുള്ള വിഭാഗം മുഴുവനായിട്ടും അവര് ശരിക്കും പ്രോട്ടോ ഓസ്ട്രേലിയൻസാണ്. അവരുടെ വരവിന് ശേഷമാണ് മംഗോളിയൻസ് വരുന്നത്. അത് നോർത്ത് ഈസ്റ്റിലേക്കാണ് അവർ കുടിയേറിയത്. അതിന് ശേഷമാണ് ആര്യന്മാർ വരുന്നത്. ഈ ആര്യന്മാരുടെ കാലഘട്ടം മുതലാണ് ഇവിടെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ അടിമത്തത്തിൽ ജനങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ഈ ചാതുർവർണ്ണയമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ? അതെ. അതിനു വേണ്ടിയിട്ട് മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അത് അവരുടെ രണ്ടു വിധത്തിലാണ് കാണുന്നത്. ഒന്ന് അവരുടെ ഭരണക്രമവും മറ്റൊന്ന് അവരുടെ വേദവും. അത് ഈശ്വരനാൽ നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര നിശ്ചയമാണ് അടിമത്തം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ കൊണ്ടുവന്നു. അപ്പൊ അതിന് ഒരുപാട് തട്ടുകൾ അവർ തിരിച്ചു. അത് കൃഷിയുടെ തട്ടിലാണെങ്കിലും വ്യവസായത്തിന്റെ തട്ടിലാണെങ്കിലും ഭരണത്തിന്റെ തട്ടിലാണെന്നൊക്കെ ഇപ്പോൾ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നു ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങളാ. ആ വ്യാഖ്യാനങ്ങൾ നിലനിൽക്കില്ല. ആ വ്യാഖ്യാനം വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു നാണക്കേടോ അല്ലെങ്കിൽ ഇവര് തന്നെയാണ് അടിമത്തം ഇവിടെ സ്ഥാപിച്ചെന്നുള്ളതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായിരിക്കും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നും അത് നിലനിർത്താനായിട്ടുള്ള വലിയൊരു വ്യഗ്രതയുണ്ട്. ആ വ്യഗ്രതയുടെ ഭാഗമായിട്ടാണത്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുപാട് ഉദ്യമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുസ്മൃതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും എടുക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ ഭരണഘടന ഇത്ര അമൂല്യമാകില്ലായിരുന്നു. കാരണം അതിൽ നിന്ന് ഒന്നും എടുക്കാൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നത് നമ്മുടെ ഭരണഘടന വൈദേശികമാണ്, അത് തച്ചുടയ്ക്കപ്പെടണം, അതില്ലാതെ ആകണം, റദ്ദാകണം. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന തനതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് ആര്യന്മാർ കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ആര്യന്മാർ വന്നതിന് ശേഷം ഒരു വ്യക്തിയല്ല മനു എന്ന് പറയുന്നത്. ഒരു കൂട്ടം ബ്രാഹ്മണന്മാരുടെ സംഘമാണ് മനു എന്ന് പറയുന്നത്. അപ്പൊ അവര് എഴുതി പല കാലഘട്ടങ്ങളായിട്ട് 1, 2, 3 ഇങ്ങനെ പല നൂറ്റാണ്ടുകളായിട്ട് എഴുതപ്പെട്ട കാലഘട്ടങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, മനുസ്മൃതി എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഇന്നെടുക്കുന്ന മാർഗമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മം ഒരിക്കലും മാറുകയില്ല. ഇത് എന്നേക്ക് നിലനിൽക്കുന്ന ഈ ഈശ്വര നിശ്ചയമാണ്, നമ്മുടെ തലവിധിയാണ് എന്നൊക്കെ, ഫെയ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നത്. ഇത് വാസ്തവത്തിൽ ഇന്നും ഏതെല്ലാം തരങ്ങളിലേക്ക് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇതിനെ കുത്തിച്ചെലുത്താൻ കഴിയുമോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയാണ്. അപ്പൊ അതിനെ അറിഞ്ഞിരിക്കണം നമ്മൾ. അതിനെ നമ്മൾ ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കണം. ഇന്ത്യ സ്നേഹിക്കുന്ന ഈ ദേശീയ ബോധമുള്ള എല്ലാ ഭാരതീയനും എല്ലാ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് എൻ്റെ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിഷന്മാർ വന്നിട്ടാണല്ലോ പറയുന്നത്. ഈ ബാസൽ മിഷൻ ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു? അത് പലരും ബാസൽ മിഷൻ ഇവിടെ ചെയ്ത പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അച്ഛന്റെ ബുക്കിൽ അത് ബാസൽ മിഷനെ പറ്റി എഴുതിയിട്ടുണ്ട്. അതെ, ഈ ബാസൽ മിഷന്റെ ഒരു പ്രത്യേകത ഒരു കാസ്റ്റ്ലെസ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള 2 പ്രധാനപ്പെട്ട ഐഡിയോളജി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദൈവശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു. ദൈവ വചനത്തിന്റെ അടിസ്ഥാനമായിരുന്നു. ഒരു ഇവാഞ്ചലിക്കൽസ് ആണല്ലോ. രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്നും ആ രക്ഷ സർവർക്കും ഉള്ളതാണെന്നുമാണ്. സർവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് ആർക്കും ഒരു ഡിവിഷൻ ഇല്ല, വേർതിരിവില്ല. മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന ഈ 4 പേരിൽ അവരിൽ മാത്രമാണ് അവർക്കെല്ലാവർക്കും ഇല്ല. ഈ ശൂദ്രനും ഇല്ലല്ലോ, ശൂദ്രനും ഇല്ല. ശൂദ്രന്റെ മുകളിലുള്ള ആളുകൾക്ക് ബ്രാഹ്മണനാണ് എല്ലാം. അതെ. അതിനെ മാറ്റിക്കൊണ്ട് അതിനെ മാറ്റുക മാത്രമല്ല അതിനെ പൊളിച്ചെഴുതുകയായിരുന്നു ഇവർ ചെയ്തത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ അവതാരികയില് ഈ ബാസൽ മിഷന്റെ ഇപ്പോഴത്തെ അഭിമന്യ ബിഷപ്പ് ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഒരു കാസ്റ്റ്ലെസ് കമ്മ്യൂണിറ്റി ആയി തീർന്നിരിക്കുന്നു. അതാണ് ശരിക്കും ദൈവരാജ്യത്തിന്റെ ഒരു സങ്കല്പം.
മനുഷ്യരെ എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മള് ബാസൽ മിഷന്റെ എനിക്ക് അടുത്തറിയാവുന്ന, കാരണം ഞാൻ ഈ വടക്കൻ നാട്ടിലായതുകൊണ്ട് വടക്കൻ നാട്ടിലാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ വർക്ക് ചെയ്തത്. അപ്പൊ അവര് നമുക്ക് ഓട് ഫാക്ടറികൾ അവരുടെ സംഭാവനകളാണ്. കാക്കി കാക്കി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാ മേഖലകളിലും കാക്കി ഇന്ന് വളരെ പ്രധാനപ്പെട്ടാണ്. മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കയ്യിൽ കുറുവടിയും തലയിൽ തൊപ്പിയും അതുപോലെ തന്നെ കാക്കി നിക്കറിന് ഇപ്പൊ ചില നീളം കൂടിയതേ ഉള്ളൂ. അപ്പൊ ഈ കാക്കി നിക്കർ വന്നിരിക്കുന്ന ക്രിസ്ത്യൻ മിഷണർമാരുടെ സംഭാവനയാണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ ആണ്. പിന്നെ അവരുടെ അച്ചടി ഹെർമൻ ഗുണ്ടറിനെ നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്, ഞങ്ങളുടെ നാടാണല്ലോ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ നാട്, തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാളത്തിന്റെ പിതാവ് എന്ന് പറയാറുണ്ട്. അത് പക്ഷേ കോലെഴുത്തിന്റെ ആണെന്നുള്ളത് മറന്നു വരുന്നത്. കാവ്യാത്മകതയായിരുന്നു അദ്ദേഹത്തിന്റെ കാവ്യമായിരുന്നു. എന്നാൽ ശരിക്കും മലയാളത്തിന്റെ വളർത്തച്ഛൻ എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്നത് ഹെർമൻ ഗുണ്ടറിനാണ്. ഗുണ്ടറിന്റെ ആ സംഭാവനകളെ കുറിച്ച് നമ്മുടെ ഡോക്ടർ മോഹൻദാസ് വള്ളിക്കാവ് സാറും അതേപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാനായിരിക്കുന്ന നമ്മുടെ ആദരണീയനായിരിക്കുന്ന പഴയ ചീഫ് സെക്രട്ടറി ജയകുമാർ സാർ, ബഹുമാനപ്പെട്ട IAS സാമുവൽ നെല്ലുമൂൽ സാറ്, ഇവരൊക്കെ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ പറയുമ്പോഴാണല്ലോ അതിനകത്ത് ഞാൻ പറഞ്ഞത് കുറച്ച് ഈ ബക്കറ്റിൽ നിന്ന് മാറിയുള്ള ചില സംഭാഷണങ്ങൾ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ അവര് ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് വാസ്തവത്തിൽ ഈ മലബാറിനെ ഇത്രയും ഡെവലപ്പ് ചെയ്തത്. അതിന് നമ്മൾ ആരുടെയും പുസ്തകങ്ങൾ നോക്കണ്ട, നമ്മൾ എഴുതിയ ഒറ്റ പുസ്തകം നോക്കണ്ട. നമുക്ക് തേരി കുഞ്ഞമ്പു എഴുതിയിരിക്കുന്ന സരസ്വതി വിജയൻ മനോഹരമായ ഒരു നോവലാണ്, എല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ട. ശരിക്കും ആ നോവലില് അന്നത്തെ ആ 19-ാം നൂറ്റാണ്ടിന്റെ സമയത്തെ ജീവിതചര്യകളെ അതിനകത്തോട്ട് ഒപ്പി ഒരു നോവൽ രൂപത്തിൽ പൊത്തേരി കുഞ്ഞമ്പു അദ്ദേഹം ഒരു തീയനായിരുന്നു. നല്ലൊരു ബുക്കാണ്, നല്ലൊരു പുസ്തകം. നോവൽ എന്നുള്ള ഒരു വാക്ക് കിടക്കുന്നുണ്ട്, ഇത് ഒരു കഥയായിരിക്കും എന്നുള്ള ചിന്ത. അല്ല, പക്ഷെ ആ കഥയിൽ തന്നെ ഹിസ്റ്ററിയാണ് കിടക്കുന്നത്, ചരിത്രമാണ് കിടക്കുന്നത്. കാരണം അന്നത്തെ തെളിവുകൾ വെച്ചുകൊണ്ടാണ്. ഭാഷയുടെ കാര്യം ഉദാഹരണത്തിന് പൊത്തേരി കുഞ്ഞമ്പു അതിനകത്ത് അഫൻ നമ്പൂതിരി തന്റെ സഹായിയായിരിക്കുന്ന നായരോട് ചോദിക്കുന്നു, ആരാണ് ഇത്ര സ്ഫുടമായിട്ട് മലയാളം സംസാരിക്കുന്നത്? അപ്പൊ പറയുന്നു, ഈ പുതുതായിട്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾ അവർ വ്യവസായത്തിലേക്ക് പോവുകയാണ്, ജോലിക്ക് പോവുകയാണ്. അപ്പൊ അവരെന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന മനുഷ്യർ വസ്ത്രം ധരിച്ച് നല്ല ഭാഷയും സംസാരിച്ചുകൊണ്ട് അവര് അതിരാവിലെ ജോലിക്ക് കൂട്ടത്തോടെ പോകുന്നു. ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത, കോഴിക്കോട് സംഭവിച്ചൊരു കാര്യമാണ്. അഫൻ നമ്പൂതിരിപ്പാട് തലശ്ശേരിയിൽ നിന്ന് ഒളിവില് കോഴിക്കോടേക്ക് വരികയാണ്. അവിടെ ആ ഒളിവിൽ കിടക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളെയാണ് പോത്തേരി കുഞ്ഞമ്പു കിടക്കുന്ന ആളാണ് വലിയൊരു വെളിച്ചം കാണുന്നത്, വലിയൊരു വെളിച്ചം കാണുന്നത്. അപ്പോൾ അത് മാത്രവുമല്ല, ആ പുസ്തകത്തിന്റെ മനോഹരത്വം എന്ന് പറയുന്നത് അതിന്റെ ഭാഷാ സാഹിത്യമാണ്. 1892 അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1800 അല്ല, അത് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ്, 200 വർഷത്തിന് മുമ്പ് എഴുതിയിരിക്കുന്നതായിട്ടുള്ള ആ പുസ്തകത്തില് അതിന്റെ ഭാഷാ സാഹിത്യം എത്ര മനോഹരമാണ്. ഇന്നും നമുക്ക് അത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കാൻ പറ്റിയല്ല. അതുപോലത്തെ സ്ഫുടത പോത്തേരി കുഞ്ഞമ്പു ആണെന്ന് ഓർക്കണം. അദ്ദേഹം തീയനായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് തീയർ. ആ പുസ്തകം ഇപ്പം വെളിച്ചം കണ്ടിട്ടില്ല. പിന്നെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ചിന്ത പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചിന്ത പബ്ലിക്കേഷൻസ് ആർക്കും വാങ്ങി വായിക്കാം. അതെ, വളരെ വില കുറവുമാണ്. അത് വാങ്ങി വായിച്ചിരിക്കണം. 2-3 പുസ്തകമുണ്ട് അതുപോലെ. മറ്റൊന്നാണ് സുകുമാരി എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം. അത് എഴുതിയിരിക്കുന്നത് ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തനത്താൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്ന റാവുണ്ണി എന്ന് പറയുന്ന ഒരാളുടെ മകൻ, റാവുണ്ണി ഏബ്രാം എന്നുള്ള പേരൊക്കെ പിന്നീട് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ മൂലയിൽ ജോസഫ് എഴുതിയിരിക്കുന്നത്. മൂലയിൽ ജോസഫ് അദ്ദേഹം ഒരു തദ്ദേശീയ സുവിശേഷകനായിട്ട് മാറിയ മൂലയിൽ ജോസഫിന്റെ ആ പുസ്തകം അന്നത്തെ ഭാഷ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് അതൊരു നോവൽ രീതിയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അന്നത്തെ ഒരു പെൺകുട്ടിയുടെ, സുകുമാരി എന്ന് പറയുന്ന 16 വയസ്സുകാരിയുടെ തീവ്രമായ ആഗ്രഹം, മോക്ഷം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം, മരണത്തിന് അപ്പുറം ഒരു ജീവിതം ഉണ്ടല്ലോ, അത് വെറും സാങ്കല്പികമാണോ, ആരെങ്കിലും പറയുന്ന കെട്ടുകഥകളാണോ, അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ, അതിന്റെ ഒരു അന്വേഷണമാണ്. അപ്പൊ അവൾക്കുണ്ടാകുന്ന ബന്ധനങ്ങൾ, അന്വേഷണമാണ് ഇവിടെ എത്തുന്നത്. ഒരു നോവലായിട്ട് വന്ന് അവള് വാസ്തവത്തിൽ ആ പുസ്തകത്തിൽ, സുകുമാരി എന്ന് പറയുന്ന പുസ്തകത്തിൽ അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടെത്തിയ ക്രിസ്തുവിനെ അവള് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ത്വര,
പിന്നീട് ആ പുസ്തകത്തിൽ വരച്ച് കാണിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ഞാൻ കണ്ട കേരളം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അത് സാമൂഹ്യ മെറ്റീരിയൽ ഒരു ഭാഗത്ത് താഴ്ന്ന ജാതിയിലെ ആൾക്കാർ എന്ത് വായിക്കാനാന്നും പറഞ്ഞ ഒരാള് പിറുപിറുത്തപ്പോഴത്തേനും ഒരു ഉപദേശി വിളിച്ചോണ്ട് പോയപ്പോഴത്തേനും ബൈബിളൊക്കെ ഇരുന്ന് വായിക്കുകയാണ്. അതെ അതെ, ബൈബിൾ വായിച്ചപ്പോഴത്തേനും അത്ഭുതപ്പെട്ടു പോയി. അത് ഇവർക്ക് എവിടെ ഈ ജ്ഞാനം? അതെ അതെ അതെ, അതാണ് ഈ മറച്ചു വെച്ചിരിക്കുന്നിടത്തുനിന്ന് വലിയൊരു വെളിച്ചം മനുഷ്യർ കാണുന്നു എന്ന് പറഞ്ഞ മിഷന്മാർ കൊടുത്ത സംഭാവനയാണ്. തീർച്ചയായും അത് വേറെ ഒന്നുമില്ല. അതെ, അതുകൊണ്ട് ഈ ബാസൽ മിഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഭാരതപ്പുഴയുടെ ഇങ്ങേക്കര മുതൽ പാലക്കാടും ഒക്കെ അതിനകത്ത് അവരുടെ പെട്ടയാണ്. തൃശ്ശൂരും ഒക്കെ അതിനകത്ത് വന്ന തൃശ്ശൂരും ഒക്കെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത്ര ഭയങ്കര ഒരു വിസ്താര ഇതുണ്ടായിരുന്നു. അങ്ങ് മംഗലാപുരം മുതലായിരുന്നു അവരുടെ ആദ്യത്തെ തൃശ്ശൂരിന്റെ അങ്ങ് ഇടുക്കിയുടെ ആ ഭാഗം വരെ പോയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാര് ഈ മലബാർ പ്രദേശത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യം, ഇപ്പം എനിക്കറിയാം നിങ്ങളുടെ നാട്ടിലൊക്കെ കുറെ കൂടെ ഒക്കെ റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും ജാതീയതയൊക്കെ ഉണ്ട്, എന്നാൽ ഇവിടെ അതില്ല. മലബാർ മേഖലയിൽ അതില്ലെന്നുള്ളതാണ് രസം. കണ്ണൂർ ജില്ലയിലെ ചില പോക്കറ്റുകളിൽ നമ്പ്യാന്മാര് അവരിൽ തന്നെ 2-3 ഗ്രൂപ്പ് ഉണ്ട്. അവർ തമ്മിലുള്ള ഒരു ചെറിയ ക്ലാഷ് ഉണ്ടെന്നല്ലാതെ ഇവിടുത്തെ തീയന്മാരൊക്കെ ഉയർന്നു വന്നതിന്റെ ഏക കാരണം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തനത്തിലാണ്. ഉദാഹരണം കൂടെ പറയാം. നമ്മൾ ഈ പാനൂർ എന്ന് പറയുന്ന സ്ഥലം, പാനൂര് അതിപ്പം PR കുറുപ്പ് സാറിന്റെ കുടുംബത്തിലാണ് ആ സ്കൂള് നിൽക്കുന്നത്, അവരുടെ ആയിട്ട് മാറിയിരിക്കുക. ആ സ്കൂൾ ആരംഭിച്ച വാസ്തവത്തിൽ മിഷണർമാരാണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണർമാരുടെയാണ് ആ സ്കൂള്. അതുപോലെ അഞ്ചരക്കണ്ടിയില് അവരുടെ തോട്ടങ്ങള്, ആ തോട്ടങ്ങള് വാസ്തവത്തിൽ അവിടെ ഈ അടിമകളെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പണിയെടുപ്പിച്ചിരുന്ന സമയത്ത് ഈ മിഷണറിമാരാണ് അതിനെതിരെ കേസ് കൊടുത്തത്. ആ സരസ്വതി വിജയം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ രസാവഹമായ കാര്യം, അവിടെ അടിമപ്പണി എടുപ്പിക്കാനായിട്ട് കൊണ്ടുപോയ ആളുകളെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് മിഷണറിമാരാണെന്ന് മാത്രമല്ല, ഈ അഫൻ നമ്പൂതിരിയുടെ കൊച്ചുമോളുടെ പേരാ സരസ്വതി എന്ന് വിദ്യാഭ്യാസത്തിനും പേരുണ്ട്. ആ രണ്ടർത്ഥത്തിൽ അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം സരസ്വതി വിജയം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ടുള്ള വിജയം. മറ്റേത് ഈ അഫൻ നമ്പൂതിരിയുടെ കൊച്ചുമകളായിരിക്കുന്ന മകളും കൊച്ചുമകളും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന കാര്യം കൂടിയാണ്. അപ്പൊ അത് അവരുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം വലിയ. കാരണം അഫൻ നമ്പൂതിരി ഈ മകളെയും കൊച്ചുമകളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അവരെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഒരു മിഷണറി വന്നിട്ട് അവരെ തങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ടുപോവുകയും അവരുടെ കുടുംബത്തോടൊപ്പം താമസിപ്പിക്കുകയും ചെയ്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നു, തൊഴിൽ കൊടുക്കുന്നു. കാരണം അന്നത്തെ കാലത്ത് നമ്പൂതിരി സ്ത്രീകളൊന്നും തന്നെ വിദ്യാഭ്യാസം പാടില്ല. അവർ അകത്തളങ്ങളിൽ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നവരായിരുന്നു. അവർക്ക് പുറത്തേക്കുള്ള വരവുമില്ല. അവർക്ക് ശരിക്കും നമ്മൾ പറയും ഈ താഴ്ന്ന ജാതിക്കാരെന്ന് ഇവർ സോക്കോൾഡ് ഇവർ വിളിക്കുന്ന താഴ്ന്ന ജാതിക്കാർക്ക് മാത്രമായിരുന്നു കഷ്ടപ്പാടല്ല. ഇതിനകത്ത് നമ്പൂതിരി പുരുഷന്മാരൊഴികെ ബാക്കി എല്ലാവരും സഫറിംഗ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ആ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് സ്വയം പര്യാപ്തമായി ജീവിക്കാൻ, തൊഴിൽ ചെയ്യാമെന്നും വിദ്യ നേടാമെന്നും വളരെ കൃത്യമായിട്ടുള്ള പഠനം കൊടുക്കുകയായിരുന്നു ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻകാർ. അതിന്റെ ഫലമായിട്ടാണ് തൊഴിൽ മേഖലകൾ അഭിവൃദ്ധിപ്പെട്ടത്. നമ്മള് വ്യവസായം, ഇന്ന് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും വ്യവസായങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നാന്ദി കുറിച്ചത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻകാരാണ്. നമ്മുടെ സാമുൽ സാറിന്റെ ബുക്കിന്റെ അത് എഴുതിയിട്ടുണ്ട്. ബുക്ക് ബൈൻഡിങ്, പ്രൂഫ് റീഡിങ്, ഇതെല്ലാം ഈ ക്രിസ്ത്യൻ മിഷന്മാര് അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുത്ത ജോലികളായിരുന്നു. തയ്യൽ, അതേപോലെ തന്നെ നെയ്ത്തുശാലകൾ, എംബ്രോയിഡറി വർക്ക്. അതെ, ടൈൽസ് ഫാക്ടറിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, ഒരു സമയത്ത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പട്ടിണി മരണങ്ങൾ ബാധിച്ചു. പട്ടിണി കൊണ്ട് അന്ന് 2000 പേർക്കാണ് ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻകാർ ജോലി കൊടുത്തത്. 2000 പേർക്ക്. അന്നത്തെ കാലഘട്ടത്തില്, അന്ന് പോപ്പുലേഷൻ ഇത്രയില്ലാത്ത സമയത്ത് 2000 പേർക്ക് തൊഴിൽ കൊടുത്ത് അവരെ കൈപിടിച്ചുയർത്തി എന്നുള്ളതെല്ലാം ചരിത്ര രേഖകളാണ്, ഉള്ള രേഖകളാണ്. ഇല്ല എന്ന് പറയാൻ വേണ്ടി കുറെ ആൾക്കാർ ഇപ്പൊ ഇറങ്ങിത്തിരിച്ചു. കാരണം അവര് ചരിത്രം വായിക്കാറില്ല, അവർ ഈ മനുസ്മൃതിയെ വായിക്കാറുള്ളൂ. അവർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫോൾട്ട്, ഇതും മനുസ്മൃതി വായിക്കാറുണ്ടോ അവര്? അത് വായിക്കുന്നതുകൊണ്ടാണല്ലോ അവരുടെ ഉള്ളിൽ ഒരു തീവ്രമായ കൊതി ഇതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന്. ഇല്ലെങ്കിൽ അതൊരിക്കലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തള്ളി പറയാതിരിക്കാൻ പറ്റുകയല്ല. ബോധം വരുന്ന സമയത്ത് ഈ നമ്മൾ 2 കാര്യം ഓർക്കണം. മനുസ്മൃതി മനുഷ്യനെ അടിമയാക്കുമ്പോൾ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻകാർ പ്രഘോഷിച്ചായിട്ടുള്ള ക്രിസ്തു സകല മനുഷ്യരെയും സഹോദര എന്ന് വിളിക്കാൻ തൊക്കെ ഇടയാക്കുന്നത്. ഒന്ന് അകറ്റി നിർത്തുമ്പോൾ മറ്റൊന്ന് ചേർത്ത് പിടിക്കുക. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പൊ ആ കാര്യങ്ങള് ബാസൽ മിഷന്റെ
LMSന്റെ ഇത് തന്നെ. LMSന്റെ വർക്ക് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന. CMS വന്നിട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ, മധ്യ കേരളം ഇത്രയും ഡെവലപ്പ് ചെയ്യത്തില്ല. അക്ഷരത്തിന്റെ നാടെന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന കോട്ടയം, ആ കോട്ടയത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് CMS മിഷണന്മാരുടെ പ്രവർത്തനമാണ്. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ അവരും തദ്ദേശീയരോടൊപ്പം ലയിച്ച് ജീവിക്കുകയായിരുന്നു. അവർ ഉപ്പാകേണ്ടതിന് പകരമായിട്ട് കാരമില്ലാത്ത ഉപ്പായി തീർന്നിരുന്നു. എന്നാൽ കാരമുള്ള ഉപ്പാക്കിയത് മിഷണന്മാരോട് വരവ്. പുസ്തകം വായിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യമായിട്ട് സ്നേഹത്തിന്റെ സംസാരം ഞങ്ങളുടെ ചെവികളിൽ എത്തുന്ന മിഷണന്മാരുടെ ചുണ്ടിൽ നിന്നാണ്. അതെ, കാരുണ്യത്തിന്റെ സംസാരം എത്തുന്ന അവരുടെ വായിൽ നിന്നാണ്. ഇപ്പൊ ഇവിടെ ഓരോരുത്തർ പറയും ഭയങ്കര സ്നേഹത്തോട് ജീവിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ അടിമത്തത്തിൽ തന്നെയായിരുന്നു. അത് വേറെ ആർക്കും ഇല്ല. അപ്പൊ ഈ ബുക്ക് നമ്മൾ വായിച്ചു വരുമ്പോഴത്തേനും ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഇതിൽ കൂടുതലായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചത് നമ്മുടെ മിഷണന്മാരുടെ സംഭാവനകളാണ് എന്ന് തന്നെയാണ് പുസ്തകത്തിന്റെ അകത്ത് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അതെ, അതായത് അടിമത്തം എന്ന് പറയുന്നത് അവരറിയാതെ അതിലേക്ക് അകപ്പെട്ട ഒരു ചതിക്കുഴിയായിരുന്നു. അടുക്കളക്കകത്തും അടുക്കളയും. അത് മാത്രമല്ല, അവരുടെ ചിന്താ രീതികൾക്ക് മാറ്റം വരാൻ പാടില്ലായിരുന്നു. ഉയർന്ന ചിന്ത, ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമഗ്രമായി ചിന്തിക്കാൻ കഴിയുന്നതാണ്. ആ ചിന്തകളാണല്ലോ സംസാരങ്ങളായിട്ടും പെരുമാറ്റങ്ങളായിട്ടും വരുന്നത്. അപ്പൊ ചിന്താശക്തിയെ തളച്ചിടുന്നതാണ് അടിമത്തം വാസ്തവത്തിൽ. അല്ലാതെ നമ്മൾ കൈകൊണ്ട് ബന്ധിക്കുന്നതോ കാലുകൊണ്ട് ബന്ധിക്കുന്നതോ അല്ല. കൈകാലുകൾ ചങ്ങലയിടുന്ന അല്ല അടിമത്തം. നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാൻ അനുവാദമില്ലാത്ത, ഇതിനപ്പുറത്തേക്ക് നീ ചായ ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം, ആ ചായക്കകത്ത് പഞ്ചസാര ഇത്രേ ഇടാവൂ അല്ലെങ്കിൽ ഇത്രേ ആകാവൂ, ആ ഒരൊറ്റ ജോലി മാത്രം നീ ചെയ്താൽ മതി. നീ ഒരു കാപ്പി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട, നീ ഒരു ബൂസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യനെ തളച്ചിടുന്നതാണ് അടിമത്വം എന്ന് പറയുന്നത്. അതിവിടെ ഭംഗിയായിട്ട് മനുസ്മൃതി കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് അത് മനസ്സിലാക്കാത്ത ആളുകൾ പോലും അതിന് കീഴ്പ്പെട്ട് വളർന്നു. വേറൊരു കാര്യം ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ ഈ വടക്കൻ നാട്ടിൽ, കേരളത്തിൽ തന്നെ കുറച്ചും കൂടെ വടക്കോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ വടകര പോലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം തെങ്ങ് കയറ്റക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെ കഴുത്ത് ഒരല്പം കൂനിയായിരുന്നു. കുറച്ച് പ്രായമുള്ള ആളുകൾ, ഇപ്പോഴത്തില്ല, കഴുത്ത്. എത്ര കാലങ്ങൾക്ക് മുമ്പുള്ള? ഞാനൊരു 30 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 30 വർഷത്തിന് മുമ്പ്. അന്നത്തെ പ്രായമുള്ള ആളുകൾ, ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെ. അതെ, ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ. അവര് ഈ തേങ്ങ കഴുത്തലിട്ടുകൊണ്ട് ഈ 2 വശത്തോക്കും തൂക്കിയിട്ടുകൊണ്ട് തേങ്ങ പറിച്ചിട്ട് വരുന്ന സമയത്ത് അവരൊരു, കാരണം അടിമത്തത്തിന്റെ ഒരു ലക്ഷണമാണ് കഴുത്തു കുഴിക്കുക എന്ന് പറയുന്നത്. അവർ ആ രീതിയിലാണ് പരിശീലിപ്പിക്കുന്നത്. പറ്റുകയില്ലായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ശീലിച്ചു പോയി? അപ്പൊ കുഞ്ഞു പ്രായമായിട്ട് കണ്ടു വളർന്നത് അവര് ശീലിച്ചു പോന്നു. അതുകൊണ്ടാണല്ലോ അതിനകത്ത് സരസ്വതി വിജയത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഇത്, പാണൻ പാട്ട് പാടിയാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുകയില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് അവനെ ചേറ്റിൽ ചവിട്ടി താത്തിയത്. അതിന് പാരിതോഷ്യം കൊടുത്തു, ഡബിൾ പാരിതോഷ്യം കൊടുത്തു. ഈ 2 പാരിതോഷ്യം ആർക്കാ? ചവിട്ടി താത്തിയ നമ്പ്യാർക്ക്. അപ്പോഴാണ് സരസ്വതി, ചെറുപ്രായം 6 വയസ്സിൽ താഴെയുള്ള സരസ്വതി ചോദിക്കുന്നത്, പാട്ടുപാടിയാൽ സമ്മാനമല്ലേ കൊടുക്കേണ്ടത്, കൊല്ലുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സരസ്വതിയാണ് ചവിട്ടി താഴ്ത്തപ്പെട്ടതായിട്ടുള്ള പാണപ്പയ്യൻ പിന്നീട് വിവാഹം കഴിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും ക്രിസ്തുവിൽ ഒന്നായപ്പോൾ. ആ കഥ അവസാനിപ്പിക്കുന്നത് തന്നെ ഈ അഫൻ നമ്പൂതിരിപ്പാടിന്റെ മരുമകൻ, വിട്ടുപോയ ഭർത്താവ് മടങ്ങി വന്ന് അയാളെ കണ്ടപ്പോൾ ഈ ഭാര്യ എഴുന്നേറ്റ് സലാം പറയുന്നു. അപ്പോൾ ഈ മിഷണറി ചോദിക്കുന്നുണ്ട്, നിന്നെ വിട്ടുപോയതല്ലേ, എന്നിട്ടും നീ എന്താണ് ഇങ്ങനെ? അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ പാരമ്പര്യം. അതും കൂടെ അതിനകത്ത് സമന്വയിപ്പിച്ചു എന്നുള്ളതാണ്. പാരമ്പര്യം, അതായത് ഞങ്ങളുടെ പാരമ്പര്യപ്രകാരം പുരുഷന്മാരെ സ്ത്രീകൾ മാനിക്കും, അവരെ ഞങ്ങൾ ബഹുമാനിക്കും, ഞങ്ങളെക്കാൾ പ്രായം കൂടിയവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അത് നല്ലൊരു നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ ഒരു ഒന്നും നമുക്ക് മോശം നല്ല അല്ലായിരുന്നു എന്ന് പറയാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിട്ടുപോയ മനുഷ്യൻ തിരികെ വന്നിട്ട് പറയുകയാണ്, ഞാൻ അതിന് നമ്പൂതിരി അല്ലല്ലോ, ഇന്നു മുതൽ ഞാനും ക്രിസ്ത്യാനിയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണത് അവസാനിപ്പിക്കുന്നത്. ശരിക്കും നമ്മളെ കണ്ണു നനയിക്കുന്ന ഒരുപാട് രംഗങ്ങൾ അതിനകത്തുണ്ട്. കണ്ണു നനയിക്കല്ല, ഗദ്ഗതം വരുത്തി തൊണ്ടയേറി നമ്മള് കണ്ണുനീര് വാർക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അതായിരുന്നു ഇവിടുത്തെ ചരിത്രം.
അങ്ങനെയുള്ള ചരിത്രത്തെയാണ് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാരും അതുപോലെ ലണ്ടൻ മിഷണറി സൊസൈറ്റിയും അതേപോലെ തന്നെ ചർച്ച് മിഷണറി സൊസൈറ്റിയും അതുപോലെ ബാപ്റ്റിസ്റ്റ് മിഷണറിമാര്, പ്രിസ്ബിറ്റേറിയൻ മിഷണറിമാര്, അതുപോലെ ലൂതറൻ മിഷണറിമാര്, ഇവാഞ്ചലിക്കൽസ്, ഇവരെല്ലാം പൊതുവെ അറിയപ്പെട്ടിരുന്ന ഇവാഞ്ചലിക്കൽസ് എന്നാണ്. അപ്പൊ ഈ ഇവാഞ്ചലിക്കൽ കൺസെപ്റ്റോടുകൂടെ മനുഷ്യന്റെ അടുക്കിലേക്ക് വന്ന് ദൈവസ്വരൂപവും സാദൃശ്യവും എന്താണെന്ന് മനുഷ്യനെ വ്യക്തമാക്കി കൊടുത്ത ഒരു സമ്പ്രദായമാണ് അടിമത്ത നിർമ്മാർജ്ജനം. ഞാൻ ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ എൻ്റെ മാനസികമായിട്ട് എലിവേഷൻ ഉണ്ടല്ലോ, ഞാൻ അറിയാതെ തന്നെ ഉയർന്ന തലത്തിലേക്ക് എത്തുന്നത്. മറ്റേത് നീയൊരു പട്ടിയായിരുന്നു, നീയൊരു കന്നാലിയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, നീ ഇപ്പൊ അതിന് രൂപാന്തരപ്പെട്ടു വന്നതാണെന്ന് പറയുമ്പോൾ ഒരു മൃഗതുല്യമാണ്. അതാ വ്യത്യാസം. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, നീ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അതുല്യനായിട്ടുള്ള സർവ്വലോകത്തെക്കാളും വിലയുള്ള മനുഷ്യനാണ്, നിന്റെ ആത്മാവിനാണ് സർവ്വത്തെക്കാളും വില എന്നുള്ള വലിയ കൺസെപ്റ്റാണ് മിഷണറിമാർ കൊടുത്തത്. അത് കണ്ടപ്പോൾ, അത് കേട്ടപ്പോഴാണ് ഇവിടെ പരിവർത്തനത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടായത്. അവർക്ക് ചിന്തിക്കാനുള്ളതും അവർക്ക് പ്രവർത്തിക്കാനുള്ളതും എല്ലാം മിഷണറിമാർ കൊടുത്തത് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്ന് കിട്ടിയതിൽ നിന്നാണ് ഒരു ഉണർവുണ്ടാകുന്നത്. അതെ, അതിന് വേറെ കാര്യം കൂടെ ഉണ്ട്. ഈ ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻകാര് പള്ളികളിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടില്ല. അവര് കൂട്ടത്തോടെ വരികയായിരുന്നു. അങ്ങനെ മാത്രമല്ല, അവര് പറഞ്ഞത് നിങ്ങൾ വരരുതെന്ന് പറഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. അപ്പോഴും ഇവർ കൂട്ടത്തോടെ വന്നു. കാരണം അവിടെ ജാതീയതയില്ലാതെ ഒരുമിച്ചിരിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന, അവരുടെ ഹൃദയ വികാരങ്ങളെ ദൈവസേനയിൽ പോർ ഔട്ട് ചെയ്യാൻ കഴിയുന്ന വലിയൊരു അനുഭവം കണ്ടു. അത് മാത്രവുമല്ല, ഇവർ വർക്ക് വാസ് ദെയർ വർഷിപ്പ്. അത് വളരെ പ്യൂരിറ്റൻസ് ആയിരുന്നു. അവര് പ്യൂരിറ്റൻസ് ആയിരുന്നുകൊണ്ട് വർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൊഴിൽ മാന്യത ഉണ്ടായി. ഇവിടെ തൊഴിൽ ഒരു പറ്റം ആളുകൾക്ക് ചില തൊഴില്, എന്നാൽ അങ്ങനെയല്ല, എല്ലാവർക്കും എല്ലാ തൊഴിലുള്ള കൂലിയുമില്ല, അതിന് കൂലിയുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ തൊഴിലും ചെയ്യാം. നിന്റെ വൈവിധ്യം എന്താണോ, വൈവിധ്യമാർന്ന തരത്തിൽ നിന്റെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. മനോധർമ്മം അനുസരിച്ച് അവന് എന്ത് ജോലിയും ചെയ്യാം. അതിന് തക്കതായിട്ടുള്ള വേതനം കൊടുക്കണം. അതിനനുസരിച്ചുള്ള അവന്റെ ജീവിത മാറ്റങ്ങൾ ഉണ്ടാണ്. അതുകൊണ്ടാണ് ഈ ബാസൽ മിഷനിൽ ഈ അടുത്ത സമയം വരെ ഇപ്പോഴും ചില ട്രഡീഷണൽ ചർച്ചസിലുണ്ട്, ഈ കോട്ടും സൂട്ടും ഇട്ടിട്ടാണ് പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ വരിക. അമ്മച്ചിമാര് നല്ല വൈറ്റ് സാരിയും വളരെ ഞായറാഴ്ച ദിവസം രാവിലെ അത് അവരുടെ ഒരു ചിട്ടയാണ്, ഒരു ക്രമമായിരുന്നു. അവർ ക്രമത്തോടെ വരും. അവരുടെ പാട്ട്, അവരുടെ ആരാധനാ രീതി ബാസലിന്റെ സൂപ്പറാണത്. പലതും നമുക്ക് അറിയത്തില്ല, അവരുടെ പാട്ടുകളുടെ അർത്ഥങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ. ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അവരുടെ ചർച്ചയിൽ, കൺവെൻഷനും മറ്റുമായിട്ടൊക്കെ. അപ്പൊ അവര് പാടുന്ന പാട്ട്, സൺഡേ വർഷിപ്പിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പല ചർച്ചസിലും. അപ്പൊ നമുക്ക് തരുന്ന പോർഷൻസ് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ അത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട്, നമ്മൾ ഇച്ചിരി ഒരു സുറിയാനി രീതി ആയതുകൊണ്ടുള്ള ഇതെങ്കിലും അവർ ജർമ്മൻ ട്യൂണാണ്. അപ്പം അത് വളരെ മനോഹരമാണ്. അവരുടെ പാട്ടുകള് ഓരോ ലൈനും പറഞ്ഞു കൊടുത്ത് അത് പാടി, കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരായിരുന്നു. അപ്പൊ ഓരോ ലൈനും പറഞ്ഞു കൊടുക്കും, അത് അവർ ഏറ്റുപാടും. കൊച്ചു കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇവര് പറഞ്ഞു കൊടുത്ത് അവർക്ക് വിദ്യാഭ്യാസവും അവരുടെ വ്യവസായം, അവരുടെ ജോലിയുടെ മേഖല എല്ലാം ബാസൽ മിഷന്റെ ഒരു പ്രത്യേക ദൗത്യമായിരുന്നു. മാത്രമല്ല, ഈ മിഷണറിമാർ ഇവരോടൊപ്പം താമസിച്ചു. ഇവരുടെ കൂടെ താമസിപ്പിച്ച ആളുകളെ അല്ല, രാവിലെ വന്നിട്ട് വൈകുന്നേരം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ ജീവിതചര്യകളെല്ലാം അതേപോലെ ഇവിടുത്തെ വിശ്വാസികൾ ഒപ്പിയെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അച്ഛൻ ഈ തീസിസ് തയ്യാറാക്കിയ സമയത്ത് എവിടെയെങ്കിലും ഈ പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്തിട്ടാണ് ഈ ആൾക്കാർ മാറിയത് എന്നുള്ളത് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതോ ഇവർക്ക് ഭക്ഷണം ഇല്ലായിരുന്നു, ഒട്ടും ഭക്ഷണമില്ല? കാരണം എലിയ വരെ ചുട്ടു എന്ന ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ രാഷ്ട്രീയത്തില് ബ്രദർ അനിൽകുമാർ അയ്യപ്പനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവർക്ക് ഭക്ഷണത്തിന്റെ ക്ഷാമം ഉണ്ടായിരുന്നു. ആ സമയത്ത് മിഷണറിമാർ തങ്ങൾക്കുള്ള ആഹാരം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ സംഭവത്തിൽ അഫൻ നമ്പൂതിരിയുടെ മകളും കൊച്ചുമകളും പട്ടിണിയിൽ പരിവട്ടമായിട്ട് ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണ്, അങ്ങോട്ട് പോകണം. അവരെ കൂടെ കൊണ്ട് താമസിപ്പിച്ചു. അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും അവർക്ക് കൊടുത്തു. അവർ ഭക്ഷണം കഴിച്ചു, അവർ വളർന്നു, അവർ മറ്റുള്ളവർക്കും കൊടുക്കാൻ പ്രാപ്തരായി. അവർ ചെയ്തത് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഭക്ഷണം കിട്ടാനായിട്ടുള്ള തൊഴിൽ കൊടുക്കുക എന്നുള്ളായിരുന്നു. തൊഴിൽ മേഖല ഭക്ഷിക്കുക. മരുതകൻ എന്ന് പറയുന്ന കഥാപാത്രം, പയ്യൻ, പാണച്ചെറുക്കൻ, അവൻ ചത്തു എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ചു പോയതാണ്. പക്ഷെ അവനെ കണ്ടെത്തി, അതെനിക്ക് തോന്നുന്ന കുഞ്ഞമ്പു തന്നെയാണ് അത് രക്ഷപ്പെടുത്തിയെന്ന് തോന്നുന്നത്. അതിന്റെ മൊത്തം പശ്ചാത്തലം കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കുഞ്ഞമ്പു
പറയുമ്പോൾ അത് ആ ചരിത്രം അതേപോലെ എഴുതി വെച്ചിരിക്കുന്നത്. അവനെ ഈ മിഷണറിമാര് കോഴിക്കോട് കൊണ്ടുവന്ന് 2 കൊല്ലം അവനെ ഇവിടെ നിർത്തി തൊഴിലും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് അവന് ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം അവനെ പഠിക്കാൻ വിടുന്നു ചെന്നൈയിലേക്ക്. വിദ്യാഭ്യാസം അതൊരു പ്രധാനപ്പെട്ട. അവൻ BA പാസ്സാവുന്നു. BA പാസ്സായി കഴിഞ്ഞിട്ട് അവൻ മജിസ്ട്രേറ്റ് ആയിട്ടാണ് പിന്നീട് തിരിച്ചു വരുന്നത്. അവനാണ് ഈ അഫൻ നമ്പൂതിരിയെ വിസ്താരം നടത്തുന്നത്. അതാണ് ആ സംഭവം. ഞാൻ മൊത്തം കഥ പറയാൻ പാടില്ലെങ്കിലും എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട അന്നത്തെ ആ സാഹചര്യം. അപ്പം മരിച്ചു എന്ന് വിചാരിച്ച ആളുകൾക്ക് ജീവൻ കൊടുക്കാൻ ആഹാരവും അതോടൊപ്പം തന്നെ ആത്മീക ഭക്ഷണവും ഒരുമിച്ച് നൽകി അവരെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് സമൂഹം ഉയർത്തപ്പെടണമെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിച്ച ഒരു സമൂഹമാണ്, ഏക സമൂഹമാണ് മിഷണറി സമൂഹം. അവർക്ക് വേറൊരു സ്വാർത്ഥതയില്ല. അങ്ങനെ എത്രയോ മിഷണറിമാർ അവിടെ മരിച്ചു. അവർക്ക് നാട്ടിലുണ്ടായിരുന്നെല്ലാം വിത്തെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയെല്ലാം ചെലവഴിച്ചു. ഒന്നും അവർ ഗെയിൻ ചെയ്തില്ല, മറിച്ച് എല്ലാം അവർക്ക് നഷ്ടമാക്കുകയാണ്. അതേപോലെ തന്നെ അച്ഛൻ സാക്ഷി അപ്പോളജിസ്റ്റിന്റെ നമ്മൾ പ്രവർത്തകരാണല്ലോ. നമ്മൾ തൃശ്ശൂർ അവതരിപ്പിച്ച ഒരു പേപ്പർ ഉണ്ടല്ലോ, അതും ഈ തീസിസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഹിന്ദോളജി നമ്മൾ നടത്തിയ സമയത്ത് അതിലൂടെ ഒത്തിരി പേർക്ക് കൂടുതൽ അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ഇപ്പം ആമുഖം എഴുതിയിരിക്കുന്നത്, അതേപോലെ തന്നെ ആശംസ എഴുതിയിരിക്കുന്നത്, സന്ദേശം എഴുതിയിരിക്കുന്ന മാറാവുകൻ തിരുമേനിയാണ്, കൽദയ സുറിയാൻ സഭയുടെ മെത്രാപ്പോലിത്ത. അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്നു മാറപ്രൻ. നമുക്ക് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത എല്ലാവരും ആദരിച്ചിരുന്ന വ്യക്തിയാണ് മാർ അപ്രൻ തിരുമേനി. ഈ അടുത്ത സമയത്ത് കാലം ചെയ്ത് അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് മാറാവുകൻ. അദ്ദേഹമാണ് ഇതിന് സന്ദേശം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാറ്, മോഹൻദാസ് വള്ളിക്കാവ് സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ ചരിത്രബോധം, പ്രത്യേകിച്ച് മിഷണറിമാർ ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മിഷണറിമാരുടെ കേരളം എന്നുള്ള പുസ്തകം, അത് എല്ലാ മലയാളികളും വായിച്ചിരിക്കുന്നത്. പശ്ചിമോദയം എന്ന് പറയുന്നത് ആ പത്രം, അതെ, അതൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു തീഷ്ണത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്രാവശ്യം ഗുണ്ടറ്റ് അവാർഡ് കിട്ടി. 1,10,000 രൂപ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡാണ്. അത് കരസ്ഥമാക്കാനായിട്ട് ഡോക്ടർ മോഹൻദാസ് വള്ളിക്കാവിന് സാധിച്ചു. അപ്പൊ അദ്ദേഹമാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. മോഹൻദാസുമായിട്ട് അച്ഛന്റെ ബന്ധം, എന്റെ ബന്ധം ഈ ചരിത്രപരമായിട്ടുള്ള ബന്ധങ്ങളാണ്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്, ഹിസ്റ്റോറിയനാണ്, വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ ഒരുപാട് ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പൊ ലൈബ്രറികളുടെ, കേരള ലൈബ്രറി അതിന്റെ പ്രസിഡന്റാണ്. അതേപോലെ തന്നെ നാഷണൽ ലെവലിൽ തന്നെ അദ്ദേഹം വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ ഒത്തിരി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. എന്റെ പുസ്തകത്തിന് അവതാരിക എഴുതണമെന്ന് എനിക്കൊരു താല്പര്യമായിരുന്നു. അദ്ദേഹം ആ പുസ്തകം മുഴുവൻ വായിച്ചു എന്നുള്ളതാണ്. ആ മുഴുവൻ വായിച്ചിട്ടാണ് എന്റെ സ്നേഹിതനായിരിക്കുന്ന ബാലസുബ്രഹ്മണ്യൻ മുഖാന്തരമാണത് പുള്ളിക്ക് ആ പുസ്തകം അത് എത്തിച്ചു കൊടുത്ത് അത് മുഴുവൻ വായിച്ചിട്ട് അസിറ്റീസ് ഞാൻ എഴുതാൻ എന്താണോ ഉദ്ദേശിച്ച കണ്ടന്റ് അതെല്ലാം അദ്ദേഹത്തിന്റെ ഇതിനകത്ത് സംക്ഷിപ്തമായിട്ട് അദ്ദേഹം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ മുഴുവനും വായിച്ചതിന് ശേഷം തന്നെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില വിഷയങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്ക് താർക്കികമാക്കാൻ വസ്തുതയുണ്ട് എന്നുള്ളത്. താർക്കികമാകണം, അങ്ങനെയാണല്ലോ നമ്മള് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാകുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ കാണിക്കുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവും. നമുക്കത് തെളിയിക്കാൻ ചരിത്ര രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെ, ദാപ്പറിന്റെ വന്ധ്യവനിതയാണ്. അവര് JNUവിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു. ദാപ്പറിന്റെ പുസ്തകത്തെ ഞാൻ അവലംബിച്ചിട്ടുണ്ട്. BL ഭാഷയുടെ പുസ്തകം അവലംബിച്ചിട്ടുണ്ട്. മജുംദാറിന്റെ പുസ്തകം, മജുംദാർ വൈസ് ചാൻസലർ ആയിരുന്നു, അന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. CH ഡെറ്റ അദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നു ഇവിടുത്തെ ബംഗ്ലാദേശിലെ. അന്നത്തെ ബംഗ്ലാദേശ് അല്ല, ഇന്ത്യ ഭാഗമായിരുന്നല്ലോ, അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടുത്തെ അവരൊക്കെ എഴുതിയിരിക്കുന്ന അഡ്വാൻസ്ഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ആ പുസ്തകം എന്നെ ഒരുപാട് എൻ്റെ തീസിസിന് സഹായിച്ചിട്ടുള്ളതാണ്. കാരണം ജോഗ്രഫി മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്നത്തെ ഡെമോഗ്രഫി നമുക്ക് കൃത്യമായിട്ട് വരച്ചു തരുന്ന ആ പുസ്തകങ്ങളിൽ നിന്നാണ്. അതേപോലെ ഒരുപാട് ചരിത്രകാരന്മാരുടെ. അച്ഛൻ എഴുതിയിരിക്കുന്ന സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന ഈ പുസ്തകം, വിഭജനത്തിന്റെ വിത്ത് എന്ന് പറയുന്നത് വായിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ചരിത്രങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും പറ്റുന്ന ഒരു പുസ്തകമായിട്ടാണ്. തീർച്ചയായിട്ടും. ഇതിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്രിസ്ത്യൻ ചെയറിന്റെ ഒരു സിലബസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്നോട് ആവശ്യപ്പെടുകയും അങ്ങനെ സിലബസ് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് അതിന് ടെക്സ്റ്റ് പുസ്തകം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ഇത് മലയാളീകരിച്ച് എഴുതാനിടയായത്. ഇംഗ്ലീഷ് നേരത്തെ എഴുതി വെച്ചിരുന്നതാണ്, ഇപ്പോഴാണ് പ്രിന്റ് ചെയ്തതെന്നുള്ളൂ. ആ ഇംഗ്ലീഷ് പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ ബാബു കെ വർഗീസ്. അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ പുസ്തകം അത് എല്ലാ ഇന്ത്യക്കാരനും വായിച്ചിരിക്കണം. കാരണം ഭാഷ
ഭാഷയുടെ രൂപീകരണം എവിടെ നിന്ന് വന്നു? നമ്മളിപ്പം ഹിന്ദി ഭാഷയെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങള് പിന്നെ ആദരണീയനായിരിക്കുന്ന അമിത്ഷാജിയുടെ ഓഫീസിൽ ചെന്നപ്പം അവിടുത്തെ IAS IPS കാരുമായിട്ടൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചു, ആരാണ് നമ്മുടെ ഹിന്ദി ഭാഷ, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഒരു ഹിന്ദിയിലെ മറുപടി പറയുള്ളൂ, അപ്പം ആരാണ് ഈ ഹിന്ദി ഭാഷ ഉണ്ടാക്കിയെന്ന് അറിയാമോ? അപ്പോൾ 1-2 പേര് പറഞ്ഞു തുളസി IAS കാരാന്ന് ഓർക്കണം. അപ്പം ഇവരുടെ അറിവ് അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ അത് ശാമുവൽ ഹെൻറി കെല്ലേങ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് 1875 ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടാക്കി തന്നെ, അതിന്റെ നിഘണ്ടു ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഉറുദു, പാകിസ്ഥാനിന്റെ ഇന്നത്തെ മാതൃഭാഷയായിരിക്കുന്ന ഉറുദു ഭാഷ, അത് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് പേർഷ്യക്കാർ കൊണ്ടുവന്ന അല്ല, അത് വാസ്തവത്തിൽ ഹെൻറി മാർട്ടിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഹെൻറി മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അസുഖം വന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് അഡ്വാൻസ്ഡ് കോഴ്സ് ചേർന്നപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്കൊക്കെ ഭാഷയെ കൊണ്ടു തന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ച കൂടുതൽ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ ഇന്ന് ഈ പൊസിഷനിൽ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു ഭാഷ ഉണ്ടായത് അത് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ തന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് മറന്നു പോകരുതെന്ന് ഇവരെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുക. അപ്പൊ നമ്മുടെ വരും തലമുറയ്ക്ക് തമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ചരിത്രത്തെ ഒന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വായിച്ചെടുക്കാനായിട്ട് അവരുടെ ഭാഷയിൽ അവരുടെ മനോഗതം കൃത്യമായിട്ട് ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനിയും അടുത്ത പുസ്തകങ്ങൾ ഉണ്ട് ഇതിന്റെ തുടർമാനമായിട്ട്. ഇത് മാത്രമല്ല, വേറെയും പല ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ C. രവീന്ദ്രൻ മാഷെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയല്ല, അദ്ദേഹത്തിന്റെ അറിവിന്റെ പാപ്പരത്വം പലപ്പോഴും അദ്ദേഹം വെളിപ്പെടുത്താറുണ്ട്. അപ്പൊ അതിന് നമ്മൾ മറുപടി കൊടുത്തേ പറ്റുള്ളൂ. കാരണം വരുന്ന തലമുറയ്ക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സത്യത്തിലൂടെ ജീവിച്ച ആളുകൾക്ക് മാത്രമേ തെളിയിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ സത്യത്തിൽ ജീവിക്കുന്ന നമ്മളത് തെളിയിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, നമ്മളതൊരു ലെഗസി വെച്ചിട്ട് പോകുന്നില്ലെങ്കിൽ അവർ തളർന്നു പോകും. ആ കുട്ടികൾക്ക് വിജ്ഞാനം കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് അതിന് ആസ്പദമാക്കിയ ഒരു പുസ്തകം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കുറച്ച് അധ്യായങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഇരുന്നെഴുതുന്ന ഒരാളല്ലല്ലോ, എന്റെ സ്വഭാവപ്രകാരം അങ്ങനെ ഇരുന്നെഴുതാൻ പറ്റുകയില്ല. എനിക്ക് എപ്പോഴും ജനങ്ങളുടെ ഒപ്പം വസിക്കുന്ന ആ ഒരു പ്രക്രിയയാണ്, ജനത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക. കുറച്ച് സമയം കണ്ടെത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് പുസ്തകം. അതിൽ നിന്ന് സമയം എടുക്കാറില്ലാണ്. ഞാൻ എന്റെ ഉറക്കത്തിന്റെ സമയം മാറ്റിവെച്ചിട്ട് ഇത് എഴുതാൻ വേണ്ടിയിട്ട്. മറ്റേത് എനിക്ക് ഈ മിഷണറിമാരുടെ ഒരു പ്രത്യേകത, അവരൊരിക്കൽ പോലും അവർക്ക് വേണ്ടി ജീവിച്ചിരുന്നില്ല. ദേ ലിവ്ഡ് ഫോർ അതേഴ്സ്. കാരണം അവർക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയുന്നത്, ക്രിസ്തു ലോകത്തിലേക്ക് വന്നതും ക്രിസ്തുവിന്റെ ക്രൂശ് മരണവും തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള വലിയ സത്യം അത് അവരുടെ ജീവിതത്തിന്റെ അനുഭവമായി. അപ്പൊ അവരിൽ വസിക്കുന്നത് ക്രിസ്തു അത്രേ അവരിൽ വസിക്കുന്നത്. അപ്പൊ ക്രിസ്തു വസിക്കുമ്പോൾ അവർക്ക് പിന്നെ ക്ഷീണമോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞായിട്ടുള്ള മീറ്റിനെ കുറിച്ച്, മീറ്റ് വളരെ മെലിഞ്ഞ ഒരു മനുഷ്യനും അനാരോഗ്യനുമായിരുന്നു. പക്ഷെ ആ മീറ്റാണ് അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ ചർച്ചാണ് MM ചർച്ച് തിരുവനന്തപുരത്തെ LMS ക്യാമ്പസിലുള്ള, അതൊക്കെ അദ്ദേഹം വാങ്ങിയതാണ്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ആ തിരുവനന്തപുരം പട്ടണത്തെ തന്നെ മുഖച്ഛായ മാറ്റിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മള് മിക്ക പട്ടണങ്ങളിലും മിഷണറിമാരുടെ ഒരു ഇത് കിടപ്പുണ്ടല്ലോ, ഓരോ മുഖച്ഛായ മാറ്റാനും ഓരോ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയതിലും എല്ലാത്തിലും പല മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ തലമുറ വന്ന് കാണുമ്പോഴത്തേനും ഇത് ഞങ്ങളെ ആരൊക്കെയോ ശരിയാക്കിയതാണ് എന്നുള്ള, ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭരണം കോളേജ് കാര്യങ്ങളെല്ലാം മിഷണറിമാരുടെ ഒരു സംഭാവനകൾ തന്നെയല്ലേ. 2-3 കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട്. ഒന്ന്, മിഷണറിമാർ വരുന്ന സമയത്ത് കേരളമില്ലായിരുന്നു. 58 നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മുടെ ഈ കേരളം. 58 നാട്ടുരാജ്യങ്ങൾ. ഈ കേരളത്തെ അല്ലെങ്കിൽ ഈ 58 നാട്ടുരാജ്യങ്ങളെ ഓരോ നാട്ടുരാജാവ് ഭരിച്ചതും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. അപ്പൊ ഓരോ മിഷണറി പ്രസ്ഥാനവും വന്ന് അതാത് നാട്ടുരാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ അവർക്ക് അനുകൂലമായ സാഹചര്യം ഇല്ലായിരുന്നു. ജോസഫ് പീറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ജോസഫ് പീറ്റ് പള്ളത്തില് വന്ന് മാവേലിക്കരയൊക്കെ വന്ന് താമസിച്ച് അവിടെ അടിമപ്പള്ളിക്കൂടം തുടങ്ങിയ ആ സംഭവം, അത് നോക്കുമ്പോൾ ആ പ്രാദേശിക തലത്തിലുള്ള വർക്കുകളായിരുന്നു. അപ്പൊ മിഷണറിമാരെല്ലാം ആ വിധത്തിൽ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്ത് അവർ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് പിന്നീട് കേരളമായി കഴിഞ്ഞപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്ന സ്ഥലം.
ഇപ്പൊ പാലക്കാട് എടുത്തോ, പാലക്കാട് ഹോളി ട്രിനിറ്റി CSIക്കാരുടെ ബാസിലുകാരുടെ ചർച്ച്, അതേപോലെ തന്നെ റോബിൻസൺ ചർച്ച്, അത് വളരെ ഫേമസ് ആയിട്ടുള്ള ചർച്ചുമാണ്. ആ ഏരിയ പാലക്കാടായിട്ട് ടൗൺ ആയിട്ട് അറിയപ്പെടുന്നു. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിനുള്ള അവിടുത്തെ കത്തീഡ്രൽ ചർച്ച്, സെന്റ് മേരീസ് കത്തീഡ്രൽ, സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച് ഉണ്ട്, ഇവരുടെ കത്തീഡ്രൽ ചർച്ച് ഉണ്ട് ബാസിലിന്റെ. അതെടുത്തോ. തൃശ്ശൂർ എടുത്തോ, മിഷൻ ക്വാർട്ടേഴ്സിന്റെ അതിനെ ചുറ്റിപ്പറ്റിയാണ് അവിടെ മുഴുവൻ. അത് പിന്നെ മറ്റേ കൽദയ സുറിയാനി സഭയുടെ ആസ്ഥാനം കൂടിയായിരുന്നു, അതുകൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ. തിരുവനന്തപുരത്ത് LMS, എറണാകുളത്ത് വന്നു കഴിഞ്ഞാലും ഇമ്മാനുവൽ ചർച്ചുകൾ, അവിടുത്തെ ചർച്ചുകൾ CSIയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട്, കൊല്ലത്തെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ ക്യാപിറ്റലിലും ഈ മിഷണറിമാരുടെ കയ്യൊപ്പുണ്ടായിരുന്നു. ഏത് മേഖല ഓരോ ജില്ലയുടെയും തലസ്ഥാന നഗരിയായിട്ട് മാറിയത് മിഷണറിമാര് സ്ഥാപിച്ച എന്തെങ്കിലും വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കളക്ടറേറ്റും മറ്റൊക്കെ വരുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻസ് ആണ്. അത് നമ്മൾ വിസ്മരിക്കുന്നു. ഡോക്ടർ വിനിൽ പോളും അതിനെ കൂടുതലായിട്ട് അതെ. ഞാൻ പുള്ളിയുടെ 1-2 ഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ, മലയാളത്തിലല്ല, ഇംഗ്ലീഷ് പുസ്തകത്തിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം തറപ്പിച്ച് പറയാൻ കഴിയും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ വരുമ്പോൾ 605 നാട്ടുരാജ്യങ്ങളാണ്. 605 നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കിയത് ബ്രിട്ടീഷുകാരുടെ കഴിവുകൊണ്ടാണ് കേട്ടോ. പലപ്പോഴും നേരത്തെ ചോദിച്ച ചോദ്യം ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള, ശരിക്കും അത് ഈ മനുസ്മൃതിയുടെ ഒരു തത്വമാണ് ഡിവൈഡ് ആൻഡ് റൂൾ. അത് ആരിലെങ്കിലും ആരോപിക്കുക എന്നുള്ളതും അവരുടെ തത്വമാണ്. അപ്പൊ ആ തത്വമാണ് ബ്രിട്ടീഷുകാരുടെ മേൽ ആരോപിച്ചത്. വാസ്തവത്തിൽ അവർ യുണൈറ്റ് ആൻഡ് റൂൾ എന്നുള്ളതായിരുന്നു അവരുടെ പോളിസി, അല്ലേ? 605 നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കി തീർക്കാനായിട്ട് അവർക്കാ സാധിച്ചത്. മറ്റു നമ്മുടെ നാട്ടുരാജ്യങ്ങളായിരുന്നപ്പോൾ അവർ അന്യോന്യം യുദ്ധം ചെയ്ത് ആ നാട്ടുരാജ്യം ഞങ്ങളോടൊപ്പം ചേർക്കും, കുറച്ചു കഴിയുമ്പോൾ വേറെ ആരെങ്കിലും മത്സരിച്ച് അത് വീണ്ടും ഡിവൈഡ് ചെയ്യും. അതായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരുടെ കൊളോണിയലിസം കൊണ്ടുവന്നു മറ്റേ മറിച്ചെന്നൊക്കെ നമ്മൾ അപഖ്യാതി പറഞ്ഞു. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അതാണുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ അവർ കൊണ്ടുവന്ന ഏറ്റവും വലിയ പോളിസി യുണൈറ്റ് ആൻഡ് റൂൾ എന്നുള്ളതായിരുന്നു. അപ്പൊ ആ യുണൈറ്റ് ആൻഡ് റൂളിന് ദേശീയ ഭാഷ വേണമായിരുന്നു. അതാണ് ഡോക്ടർ ബാബു കെ വർഗീസ് അങ്കിള് തന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് ഒരു ഭരണഘടന വേണമായിരുന്നു. ആ ഭരണഘടന ഇന്ത്യയിലെ മനുസ്മൃതിയിൽ നിന്ന് എടുക്കാൻ പറ്റുകയല്ല. എടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ബ്യൂട്ടി നഷ്ടപ്പെടും. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുകയല്ല നമുക്ക്. കാരണം നിങ്ങൾ അന്യനാട്ടുകാരൻ, ഞാൻ വേറൊരു നാട്ടുകാരൻ, നമുക്ക് ഭാഷയൊന്നും അത് അറിയത്തുമില്ല. മലയാത്മയായിരുന്നല്ലോ, മലയാളത്തിന് മുമ്പ് മലയാത്മയായിരുന്നു. അത് ഓരോ നാട്ടിലും വ്യത്യസ്തമായ അർത്ഥവും മുടി വെട്ടുന്നത് പോലും അതെ വ്യത്യാസമായിരുന്നു. അപ്പൊ അതെല്ലാം പരിഹരിച്ച് ഇതിനെ യൂണിഫോമിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തത് മിഷണറിമാരെ, അതിന് പ്രോത്സാഹനം കൊടുത്തതൊക്കെ. അപ്പൊ അവരെ തമസ്കരിച്ചുകൊണ്ട് ഒരു ചരിത്രം ഇന്ത്യക്ക് എഴുതാൻ പറ്റുകയില്ല. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം എവിടുന്ന് ആരംഭിക്കുന്നു? അത് ആരംഭിക്കുന്ന മിഷണറിമാരുടെ ജീവിതങ്ങളിൽ നിന്നാണ്. അതാണ് ഞാനിത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഞങ്ങളെ കേട്ടവരോട് പറയാനുള്ളത്, ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന പുസ്തകം, ഈ പുസ്തകം നിങ്ങൾ വായിക്കുകയും ഇവിടെ പറയുന്ന പല ചരിത്രങ്ങളും പല ആൾക്കാരും പറഞ്ഞു വരുന്ന ചരിത്രങ്ങളല്ല യഥാർത്ഥ ചരിത്രം. ഞങ്ങൾ റെഫറൻസുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. അച്ഛൻ അത് എഴുതാൻ വേണ്ടി എത്രയോ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു, മനസ്സിലാക്കി, അതിൽ നിന്നുള്ള സത്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുകയും അതിന്റെ ഭാഗങ്ങളിൽ, അതിന്റെ താഴ്ഭാഗങ്ങളിലെല്ലാം അതിന് ഏതൊക്കെ പുസ്തകങ്ങൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതും പോയി പരിശോധിക്കുക. കാരണം ഞങ്ങൾ ഇത് ശക്തമായിട്ട് പറയാനുള്ള കാരണം, ക്രൈസ്തവ മിഷണറിമാര് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന പലർക്കുമുള്ള മറുപടിയാണ് സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് ഹിന്ദോളജി എന്ന പ്രോഗ്രാമിലും അച്ഛൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിലും ഇനിയും നടക്കുന്ന വരും കാലങ്ങളിലുള്ള പല പ്രോഗ്രാമുകളും ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയാക്കി മാറ്റിയത് ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകളാണ് എന്ന് പറയാനും കൂടുതലായിട്ട് ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കുവാനും പുസ്തക രൂപേണയും വാമൊഴിയായും വരമൊഴിയായും നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചരിത്രങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല. ചരിത്രങ്ങൾ അനേകം ഉറങ്ങിക്കിടക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ശക്തരായിട്ടുള്ള ദൈവമക്കൾ അതിനെ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തി നിങ്ങളിലേക്ക്, നിങ്ങളുടെ കണ്ണുകളുടെ മുമ്പിലേക്ക് പുസ്തകങ്ങളായും മാധ്യമങ്ങളായും ഞങ്ങൾ തരുന്നതായിരിക്കും. എല്ലാവരും ഈ പുസ്തകം മേടിക്കുക. അതേ കണക്ക് തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളും കാണുക. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു അജേഷ്. ദൈവം അനുഗ്രഹിക്കട്ടെ.